ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റ് വെച്ചിട്ട് ഒരു മരം എങ്ങനെ സെറ്റ് ചെയ്യാമെന്നതാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ മരം പോലെ ശിഖരങ്ങളുള്ള ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ പേരയുടെ കമ്പാണ് എടുത്തത്. നിങ്ങൾ എടുക്കുന്നത് പച്ച കമ്പാണെങ്കിൽ ഇതുപോലെ ഒന്ന് പ്ലാസ്റ്റിക് കവർ വെച്ച് കെട്ടുക. ഉണങ്ങിയതാണെങ്കിലും കെട്ടുന്നത് നല്ലതാണ്. മരം പെട്ടെന്ന് അഴുകിപ്പോവുകയില്ലേ. ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് കെട്ടിയെടുക്കാം, പ്ലാസ്റ്റിക് കൂടെ അഴിഞ്ഞു പോകാതെ ഇരിക്കാൻ. ഇതുപോലെയുള്ള ഗാർഡൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇതുപോലെ ചട്ടീൻ്റെ ഉള്ളിൽ മണ്ണിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല പശപ്പുള്ള മണ്ണായതുകൊണ്ടാണ് ഇതുപോലെ സെറ്റാകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടീൻ്റെ ഉള്ളിൽ സിമൻറ്റും മണലും കൂടെ വെച്ച് ഉറപ്പിച്ചെടുക്കാവേ. ഞാൻ കുറച്ച് കല്ലുകൾ കൂടി ഇതിൻ്റെ ചുവട്ടിലോട്ട് പാകി കൊടുക്കുന്നുണ്ട്. അത് കുറച്ചും കൂടെ ഉറച്ചു നിന്നോളുവേ. ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ചാക്ക് എടുക്കാവേ. ഈ ചാക്കൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്നതാണല്ലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് തയ്യാറാക്കാം. ഈ ചാക്കിനെ നമുക്ക് സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഏത് ചെടിയും പല രീതിയിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. ഇതുപോലെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ചാക്ക് മുഴുവനായും ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളവയും ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് പോട്ടി മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടിയുമാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഒരു കയറെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ പിടിച്ച ശേഷം കയറെടുത്ത് നമുക്ക് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. ശേഷം അതിൻ്റെ ബാക്കി വന്ന ആ ചാക്കിൻ്റെ പീസ് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. ഈ വള്ളി അതിലിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് ആ മരത്തിൻ്റെ കൊമ്പിൽ കെട്ടുമ്പോൾ ആവശ്യമാണ്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളവയും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനെ മരത്തിൽ സെറ്റ് ചെയ്യാം. ഈ മരത്തിൻ്റെ കൊമ്പുകളിൽ ഇത് കെട്ടിവെക്കാം, അല്ലെങ്കിൽ ഈ ചാക്ക് പൊട്ടിപ്പോകാത്ത രീതിയിൽ മരത്തിൽ കുത്തി ഫിറ്റ് ചെയ്ത് വെക്കാം. ഇതുപോലെ ഇപ്പം മുഴുവൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണുമ്പോൾ നല്ലൊരു മരത്തിൻ്റെ ലുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ മണി പ്ലാന്റ് പീസുകൾ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുത്താൽ മതി. ചെറിയ ലീഫുള്ള മണി പ്ലാന്റ് ആണ് കൂടുതൽ ഭംഗി തോന്നിക്കുക. എൻ്റെ കയ്യിലുള്ളത് വലിയ ലീഫുള്ള മണി പ്ലാന്റ് ആണ്, അതുകൊണ്ട് ഞാൻ അത് തന്നെ അങ്ങ് സെറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഓരോന്ന് വീതമെടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ടും സെറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുകയുള്ളൂ. ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും എടുത്ത് ചെറിയ ചെറിയ ഓട്ടകളാക്കി ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള കമ്പുകളും നമുക്ക് റെഡിയാക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മുഴുവൻ ലീഫും ഇതിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പരമാവധി ഇതിൽ ലീഫ് കൊള്ളിക്കുക, എങ്കിൽ മാത്രമേ ആ മരത്തിൻ്റെ ഒരു ലുക്ക് കിട്ടുകയുള്ളൂ. ഇതിനെ നീളത്തിൽ മണി പ്ലാന്റിനെ വിടാതെ ബുഷിയാക്കി നിർത്തുമ്പോഴാണ് ഒരു മരത്തിൻ്റെ ലുക്ക് ഇത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. കാണാൻ എങ്ങനെയുണ്ട്? ഏകദേശം ഇപ്പോൾ തന്നെ ഒരു മരത്തിൻ്റെ ലുക്ക് വന്നിട്ടുണ്ട്. ഇത് വളരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലത്തെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വളരെ സിമ്പിളായി എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മണി പ്ലാന്റ് ട്രീ ആണ്. അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.